എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രിയപ്പെട്ട ശ്രീ ഷാജുവും പ്രിയങ്കരനായ ശ്രീ വർഗീസ് ചിറ്റപ്പള്ളിയും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ വളരെ വിശദമായ പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായ സംഭവ വികാസങ്ങളാണ് മുരുങ്ങൂർ ഏഴാറ്റുമുഖം PW റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുന്നൂർപ്പള്ളി താഴത്തെ ജംഗ്ഷനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെയും ഒക്കെ വളരെ ബോധപൂർവമായി മോശക്കാരായി ചിത്രീകരിക്കാൻ നടത്തുന്ന കുൽസിത ശ്രമത്തിനെതിരെ ജനങ്ങളുമായി സംവദിക്കുക എന്ന ഒരു ദൗത്യവുമായിട്ടാണ് ഇന്ന് ഈ വിശദീകരണ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാവനമായ മുന്നൂർപ്പള്ളി ഭഗവതി ശാസ്താ ക്ഷേത്രത്തിന്റെ ഈ മണ്ണിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇതിനൊരു സത്യമുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ ദീപാവലി ദിനത്തിൽ ഇവിടെ പ്രകാശപൂരിതമാക്കുന്ന നിരവധി തിരികളോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലും ഭക്തിയുടെ ആ തിരികൾ കത്തി ശോഭിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, ഒരു ജംഗ്ഷനിൽ, ഒരു കവലയിൽ, ഒരു അമ്പലം വരുമ്പോൾ, ഒരു കപ്പേള വരുമ്പോൾ ആ നാടിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഐശ്വര്യം ഈ മുന്നൂർപ്പള്ളി താഴത്തെ ജംഗ്ഷന്റെ ഐശ്വര്യമായി ഇന്ന് ഭഗവതി ശാസ്താ ക്ഷേത്രം നിലകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ മുന്നൂർപ്പള്ളി പൊക്കത്തെ ജംഗ്ഷനിൽ അടുത്ത കാലത്തായി വന്നിട്ടുള്ള ആ കപ്പേള, ഉണ്ണീശോയുടെ കപ്പേള ആ പ്രദേശത്തെ ചൈതന്യവത്താക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാടിന്റെ ഐശ്വര്യങ്ങളായി മാറുന്ന, മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളായി മാറുന്ന ഈ ആരാധനാലയങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ നാട്ടിലെ ജനങ്ങൾ കാത്തു സൂക്ഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ പ്രതീകമായിട്ടാണ് ഇന്ന് ഈ മുന്നൂർപ്പള്ളിയിലെയും ഏഴാറ്റുമുഖത്തെയും നാട്ടുകാർ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ചില കുൽസിത ശ്രമങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കാപട്യത്തിന്റെ ആൾരൂപങ്ങളായ ഈ നാട്ടിൽ സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കാത്ത, നാട്ടിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളുടെ പേര് പരാമർശിച്ചു പോകും. അത് ഞാൻ സദയം നിങ്ങൾ ക്ഷമിക്കണമെന്ന് വളരെ വിനയത്തോടാമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ വിശദീകരണ യോഗം ഇവിടെ സംഘടിപ്പിക്കേണ്ടത് വന്നത്. രണ്ട് പ്രധാനപ്പെട്ട റോഡുകളുടെ വികസനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്കമാലിയുടെ വികസന നായകൻ ശ്രീ റോജി എം ജോണും ചാലക്കുടിയുടെ വികസന നായകൻ ശ്രീ സനീഷ് കുമാർ ജോസഫും മുൻകൈയെടുത്ത് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇവിടെ കൊണ്ടുവരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നു വരികയാണ്. മൂക്കന്നൂർ ഏഴാറ്റുമുഖം റോഡിന്റെ വികസനം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതാണ് നേരത്തെ ഇവിടെ ഷാജുവും വർഗീസനും സൂചിപ്പിച്ചതുപോലെ അവിടെ സമവായം ഉണ്ടാക്കി മുന്നൂർപ്പള്ളി പൊക്കത്തെ ജംഗ്ഷൻ തുടങ്ങി താഴത്തെ ജംഗ്ഷൻ വരെ ജനകീയ പങ്കാളിത്തത്തോടെ റോഡിന് ആവശ്യമായ വീതിയെടുത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. മുരുങ്ങൂരിൽ നിന്ന് തുടങ്ങി ഏഴാറ്റുമുഖം വരെ ഉള്ള നമ്മുടെ ഈ മുണ്ടേലിയുടെ വീടിന്റെ ആ പരിസരം വരെയുള്ള റോഡിന്റെ വികസനം നമുക്കറിയാം. കുറെ നാളുകൾ കേസും അതുപോലെ കാര്യങ്ങളുമായി മുടങ്ങിക്കിടന്നു. പക്ഷേ ആ റോഡിന്റെ വികസനവും ഇപ്പൊ അവസാന ഘട്ടത്തിലാണ്. മുന്നൂർപ്പള്ളി താഴത്തെ ജംഗ്ഷൻ അടിച്ചിൽ കഴിഞ്ഞ് മുന്നൂർപ്പള്ളി താഴത്തെ ജംഗ്ഷൻ വന്നപ്പോ നമുക്ക് ഈ റോഡിന്റെ വീതി പരമാവധി എടുത്ത് നമുക്ക് ഈ റോഡ് മുന്നൂർപ്പള്ളി ജംഗ്ഷൻ വികസിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇവിടെ വന്നപ്പോ അവര് റോഡിന്റെ ആളുകൾ വന്ന് അവിടെ ഡ്രൈനേജ് എടുത്തപ്പോ എല്ലാവരും പറഞ്ഞു റോഡിന് വീതി കുറഞ്ഞു, അപ്പൊ അതുകൊണ്ട് പരിഹരിക്കപ്പെടണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ PW റോഡ് കയ്യേറി പട്ടയം വാങ്ങി എന്നാണ് വ്യാപകമായ പ്രചരണങ്ങൾ ചില രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലും സർവകക്ഷിയുടെ നേതൃത്വത്തിലും ഒക്കെ ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ കള്ളപ്രചരണങ്ങൾ ഇവിടെ നടത്തി. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു സുതാര്യമായ ഒരു നിലപാടുണ്ടെന്നും അതിനകത്ത് ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിട്ടുള്ളതെന്നും ആരാണ് PW റോഡുകൾ കയ്യേറി പട്ടയം വാങ്ങിയതെന്നും സംബന്ധിച്ച് വിശദമായ ഒരു സർവേ നടത്തണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു. ആ ജനങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ജനപ്രതിനിധികളോട് പറഞ്ഞു. അങ്ങനെ അങ്കമാലി MLA യും ചാലക്കുടി MLA യും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ
താലൂക്ക് സർവേയർമാർ വന്ന് ഇവിടെ സ്ഥലമളക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കൃത്യമായി മുന്നൂർപ്പള്ളി താഴത്തെ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള സ്ഥലത്താണ് ഇതുമായി വ്യാപകമായ തർക്കമുണ്ടായത്. അവിടെ സ്ഥലം അളക്കാനാണ് ഈ ജനപ്രതിനിധികൾ അവരോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അവർ ഈ പ്രദേശത്തിന്റെ കുറച്ചുകൂടി ഈ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് മുഴുവൻ സ്ഥലത്തും അളക്കണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവര് സ്ഥലം അളക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സ്ഥലം അളക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ പുറമ്പോക്ക് സ്ഥലം ഭഗവതി ശാസ്ത്രാശ്രമത്തിന്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായി. പക്ഷേ അതിനുശേഷം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് മെമ്പറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ കൂടിയ സർവകക്ഷി യോഗത്തിൽ എല്ലാവരും ഒരു മനസ്സോടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികളും അവിടെ പങ്കെടുത്ത എല്ലാവരും, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു, ഈ ഭഗവതി ശാസ്താ ക്ഷേത്രത്തിന് ഒരു പോറൽ പോലും ഏക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം റോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ മതി എന്ന് ഏകകണ്ഠമായി തീരുമാനിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനോട് അതിന്റെ നിർദ്ദേശം പറയുകയുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായി അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോയി. അപ്പൊ അടുത്തൊരു പ്രശ്നം, ഈ ഓട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അവിടെ അവർക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം. ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അന്ന് വൈകുന്നേരം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന അന്ന് വൈകുന്നേരം 3 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചർച്ച നടത്തി അതൊരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് പിരിയുകയാണ് ഉണ്ടായത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചർച്ചയിൽ നിന്നും ബന്ധപ്പെട്ട ആളുകൾ പിന്മാറുന്ന ഒരു ദയനീയമായ സാഹചര്യം ഉണ്ടായി. ഇവിടെ വറീസേട്ടൻ സൂചിപ്പിച്ചു ഒരു ട്രൈബ്യൂണൽ പട്ടയം. എങ്ങനെയാണ് ഒരു ട്രൈബ്യൂണൽ പട്ടയം ജനങ്ങൾക്ക് കിട്ടുക? അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരു വ്യക്തമായി പലർക്കും എന്റെ ഭൂമി, എന്റെ വീടിരിക്കുന്ന സ്ഥലം ട്രൈബ്യൂണൽ പട്ടയമാണ്. നിരവധി വർഷങ്ങൾ കേസ് നടത്തി ഒരു സിവിൽ കോടതിയുടെ അധികാരമുള്ള ആ ട്രൈബ്യൂണലിൽ നമ്മുടെ വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ട് അവർ സർക്കാരിന്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അതിന്റെ സർവേ ഗവൺമെന്റിന്റെ കൈവശമുള്ള രേഖകൾ പരിശോധിച്ച് കൃത്യമായാണ് ആ ട്രൈബ്യൂണൽ വഴി പട്ടയം കിട്ടുന്നത്. ഇവിടെ ആദ്യം പട്ടയം കിട്ടിയത് ഷീജയ്ക്കാണ്, സന്തോഷിന്റെ കുടുംബത്തിന് അവർ കട നടന്ന സ്ഥാനം പട്ടയം കിട്ടി. അതിനുശേഷമാണ് നാരായണ ചേട്ടന് പട്ടയം കിട്ടുന്നത്. അതിനുശേഷമാണ് മുന്നൂർപ്പള്ളി ചിറയത്ത് ജോർജിന്റെ കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ അന്വേഷണങ്ങൾ നടത്തി സർക്കാരിന് കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർക്ക് പട്ടയം പതിച്ചു കൊടുത്തത്. അത് ഒന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സെങ്കിലും സാധാരണ ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണിക്കണമെന്നാണ് വളരെ വിനയത്തോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ അംഗീകരിച്ചു കഴിയുമ്പോൾ അവിടെ ഓട്ടോറിക്ഷക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇപ്പൊ പാർക്ക് ചെയ്യുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പൊ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം? ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പട്ടയം കിട്ടിയ വ്യക്തികളുമായി സംസാരിച്ചപ്പോൾ മൂന്ന് വ്യക്തികളാണ് പ്രധാനമായും വരുന്നത്. ഒന്ന് ഷീജയും നാരായണ ചേട്ടനും മുന്നൂർപ്പള്ളിയിലെ ജെയിംസിന്റെ കുടുംബവും. അവരെ വിളിച്ചിരുത്തി ജനപ്രതിനിധികൾ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ കൂടി താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോയാൽ ഈ പ്രശ്നം വളരെ ഭംഗിയായി രമ്യമായി പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഇടയിൽ കോലിട്ടിളക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോയി നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മതസൗഹാർദ്ദം തകർക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയമുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വികസന രംഗത്ത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ശ്രീ ജോണി മൈപ്പാൻ LDF പ്രതിനിധിയാണ്. അദ്ദേഹം ഇവിടെ നടപ്പിലാക്കുന്ന പഞ്ചായത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടും നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹത്തോട് ചോദിച്ചറിയാം, എല്ലാ കാര്യങ്ങളിലും ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് വികസന പ്രവർത്തനം, നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ തച്ചതകർക്കപ്പെടരുത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുത്ത് മുന്നോട്ട് പോകുന്നു. നേരത്തെ ഷാജി സൂചിപ്പിച്ചു മുന്നൂർപ്പള്ളിയിലെ പൊക്കത്തെ ജംഗ്ഷൻ മുതൽ താഴത്തെ ജംഗ്ഷൻ വരെ ഉള്ള വികസന കാര്യങ്ങൾ. അത് മാത്രമല്ല, അദ്ദേഹം അപ്രാപ്യമായ ചില വികസന കാര്യങ്ങളിൽ ജനപ്രതിനിധികളുമായി കൂടുതൽ ബന്ധമുള്ള ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ മുന്നൂർപ്പള്ളി കോളനിയുടെ വികസനം, അവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവായ മറ്റ് വികസന കാര്യങ്ങളെല്ലാം തന്നെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളോടും MLA ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികളോടും ചേർന്ന് നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു, പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കുന്നു. അതുമായി ഒരു അടുപ്പവും വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ നാട് വികസിക്കണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്കും കൂടി അദ്ദേഹത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോ ഈ പൊതുപ്രവർത്തകരെ മോശമായി ചിത്രീകരിക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. രണ്ട് കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വേണം. ഒന്ന്,
ഇത് പുറമ്പോക്ക് സ്ഥലത്ത് കൂടി ഉൾപ്പെട്ടതാണ് മുന്നൂർപ്പള്ളി ഭഗവതി ശാസ്താ ക്ഷേത്രം എന്നിരിക്കലും ആ ഭഗവതി ക്ഷേത്രത്തിന് ഒരു പോറൽ വേലു വെക്കാതെയുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അനിവാര്യമാണ്. ഇവിടെ ആവശ്യത്തിന് വീതിയുണ്ട്. അപ്പൊ അതുമ്പോൾ തൊടേണ്ട കാര്യം നമുക്കില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പുറമ്പോക്ക് സ്ഥലത്ത് അമ്പലങ്ങളും പള്ളികളും കപ്പേളകളും ഒക്കെ ഉണ്ട്. കറുകുറ്റി ഞാൻ അന്ന് ഇവിടെ യോഗത്തിൽ ഞാൻ പറഞ്ഞതാണ്, കറുകുറ്റി ഫൊറോന പള്ളിക്ക് മുമ്പിലുള്ള നേരെ മുമ്പിലുള്ള കപ്പേള പുറമ്പോക്ക് സ്ഥലത്താണ്. ഒരാളും ആ കപ്പേള പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിൽ പേളാറ്റുപത് കുരിശുമലയിലേക്ക് പോകുന്ന കുരിശുമലയുടെ തുടക്കത്തുള്ള കുരിശ് സ്ഥിതി ചെയ്യുന്നത് പുറമ്പോക്ക് സ്ഥലത്താണ്. ആരും ആ കുരിശ് പൊളിക്കണമെന്ന് ഒരു ഹിന്ദുക്കളും ആവശ്യപ്പെട്ടില്ല, ഒരു ക്രിസ്ത്യാനികളും ആവശ്യപ്പെട്ടില്ല, ഒരു നിരീശ്വരവാദികളും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുന്നു, ഈ ജനകീയ കൂട്ടായ്മയുടെ സന്ദേശം എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഈ മുന്നൂർപ്പള്ളി ഭഗവതി ശാസ്താ ക്ഷേത്രത്തിന് ഒരു പോറൽ പോലും ഏക്കാതെ ആ ആരാധനാലയം അങ്ങനെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ടുള്ള റോഡ് വികസനം മതി എന്ന് ഇവിടെ കൂട്ടിയിരിക്കുന്ന നൂറുകണക്കിന് പൊതുപ്രവർത്തകരെയും നാട്ടുകാരെയും ജനങ്ങളെയും സാക്ഷി നിർത്തി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നം. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നവും നമുക്ക് രമ്യമായി പരിഹരിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കറുകുറ്റിയിൽ ഇതുപോലുള്ള 6 വരി പാത വന്നപ്പോ അവിടെ സർവീസ് റോഡ് വന്നു. കറുകുറ്റിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവിടെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്ന NH-ന്റെ സൈഡിലാണ്. അവിടെ NH-ന്റെ സൈഡിൽ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് NH അതോറിറ്റിയും അങ്കമാലിയിലെ പോലീസും കൃത്യമായി ഓട്ടോറിക്ഷ തൊഴിലാളികളോട് പറഞ്ഞു. ഓട്ടോറിക്ഷ തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഞാൻ ആ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു പ്രസിഡന്റാണ്. ഞാൻ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു. നിങ്ങൾക്കറിയാം, മുന്നൂർപ്പള്ളിയിലെ കറുകുറ്റിയിൽ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വഴി, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ചേമ്പും കുഴിയായിരുന്നു. ചേമ്പും കുഴി 2 സൈഡിലും. ഇപ്പൊ പാലയിൽ ജോൺസൺ നാട്ടുകൂട്ടം പച്ചക്കറി നടത്തുന്ന ആ കടയുടെ മുമ്പിൽ 2 സൈഡിലും ചേമ്പുകൾ, കാട്ടുചേമ്പുകൾ മുളച്ചു കിടക്കുന്ന കാനയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചെന്ന് നോക്ക് ആ സ്ഥലത്തിന്റെ അവസ്ഥ. ഒരു രാജകീയ പാതയായി അവിടെ 30 ലക്ഷം രൂപ അനുവദിച്ച്, ഞാൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്, ഞാൻ ആ INTUC ഓട്ടോറിക്ഷ തൊഴിലാളി INTUCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് 30 ലക്ഷം രൂപ മുടക്കി അവിടെ കാനയുടെ മുകളിലൊക്കെ കൃത്യമായി ടൈൽ വിരിച്ച് രാജകീയ പാതയാക്കി ആ സൈഡിൽ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ പഞ്ചായത്ത് അംഗീകരിച്ച ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡായി അതിനെ വളർത്തിയതിന് പിന്നിൽ കഷ്ടപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഈ മുന്നൂർപ്പള്ളി ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും സംരക്ഷിക്കുന്ന നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോകും. അതിന് തൊഴിലാളി സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ പറയണത് കേട്ട് അവർ പറയുന്നത് മാത്രമാണ് ശരി, ചാനലുകൾക്ക് മുമ്പിൽ വന്ന് അഴിഞ്ഞാടുമ്പോൾ അവർ പറയുന്നതാണ് മാത്രം ശരി എന്നുള്ള പക്ഷത്ത് ഉറച്ചു നിൽക്കാതെ ജനങ്ങളുമായി പൊതുപ്രവർത്തകരുമായി സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തകർ കൂടി പറയുന്നത് കേൾക്കാനും അവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാനും തയ്യാറായാൽ നിങ്ങളുടെ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജെയിംസിനോടും നാരായണനോടും ബിനോജിനോടും ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അവരെയും കൂടി സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നിയമാനുസൃതമായി കിട്ടിയ പട്ടയ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു സ്ഥലം ഈ പൊതുജനങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തി, ഈ തൊഴിലാളി സുഹൃത്തുക്കളുടെ ആവശ്യം മുൻനിർത്തി വിട്ടുകൊടുക്കാൻ നിങ്ങൾ കൂടി തയ്യാറാകണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഒന്നും ഇവിടെ ജെയിംസും നാരായണനും ബിനോജും ഒക്കെ കൃത്യമായി അവിടെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ചെയ്യാവുന്ന അത്രയും തരത്തിൽ ഭൂമി വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ അവിടെ കൃത്യമായി പറഞ്ഞു, ഈ അമ്പലം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും നമുക്കുണ്ട്. ഒരു സർവകക്ഷിയുടെ ഒരു ഏകണ്ഠമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ എന്തിനാണ് ഈ വിവാദങ്ങൾ? ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കുന്ന സമീപനങ്ങളുമായി ചില പൊതുപ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലക്കൊള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ബോധപൂർവമായി ഒരു സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ രാഷ്ട്രീയപരമായി ചേരിതിരിവുണ്ടാക്കി മുന്നോട്ട് പോകുന്നതാണോ നമ്മുടെ ജനസേവനം? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് പൊതുരംഗത്ത് നിൽക്കുന്നവർ അല്പം കൂടി മാന്യത കാണിക്കണം. ഈ മാന്യത കാണിക്കാത്ത ചില ആളുകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുടെ പേരുകൾ പറയേണ്ടി വരും. പക്ഷെ അത് അവരുടെ വ്യക്തിപരമായതുകൊണ്ടല്ല. ഇവിടെ മുന്നൂർപ്പള്ളിയിൽ ഒരു INTUC ഓഫീസ് ഉണ്ടായിരുന്നു. മുന്നൂർപ്പള്ളിയിൽ INTUC ഓഫീസിന് അവിടെ ചില യൂണിയനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നം ഉണ്ടായപ്പോൾ INTUC ഓഫീസിന് സ്വയം തീവച്ചതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റിനെ കേസിൽ പ്രതിയാക്കി പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വീട്ടിൽ നിന്ന് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞങ്ങൾ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു, പോലീസുകാരെ ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സാഹചര്യമുണ്ട്. പക്ഷേ FIR കേസ് അന്വേഷണം നടത്തി
അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ ചോദിച്ച് പരാതിക്കാരെ വിളിച്ചപ്പോൾ ഇന്നവരെ പിന്നെ ആ ഭാഗത്തേക്ക് ഈ പരാതിക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. യൂണിയന്റെ ഭാരവാഹിയും ഇല്ല, സെക്രട്ടറിയും ഇല്ല, ആരും ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട്. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ തോറ്റപ്പോ സ്വന്തം വീടിന്റെ കല്ലെറിഞ്ഞ് CPM-ന്റെ ആളുകളെ എടുത്ത് പ്രതിയാക്കാൻ നോക്കി. പക്ഷേ CPM-കാരുടെ പ്രതിരോധത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് മുട്ടുമുടക്കേണ്ടി വന്നു. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കോളനിയിലുണ്ടായ കാര്യങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പഞ്ചായത്ത് മെമ്പറായപ്പോ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ പഞ്ചായത്ത് മെമ്പറുടെ കൈക്കൂലി നിരക്ക് എഴുതി വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിന്റെ പാരമ്പര്യം ഉണ്ടായത് ഈ മഹാന് തന്നെയാണ്. വേറൊരു മെമ്പർക്കെതിരെയും ഇങ്ങനെ ആരും ഇങ്ങനെ കൈക്കൂലി നിരക്ക് എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ വളരെ വിഷമത്തോടെ പറയുന്നതാണ്. നേരത്തെ ഷാജു പറഞ്ഞതുപോലെ ഇങ്ങനെ വിഴുപ്പ് പാണ്ഡം ചുമന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അത് തരണം ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേവലം 10 വോട്ടിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം കുൽസിത ശ്രമങ്ങൾ നടത്തുന്ന പൊതുപ്രവർത്തകരെ തിരിച്ചറിയാനുള്ള ഒരു മാന്യത ഈ നാട്ടിലെ ജനങ്ങൾ കാണിക്കണമെന്ന് വളരെ വിനയത്തോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുക. ഇനി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്കാക്കിയിട്ടുള്ള അഡ്വാൻസ് കളിയാണെന്ന് സംശയമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. 40 വർഷമായി പൊതുരംഗത്ത് നിറഞ്ഞേക്കുന്ന വ്യക്തിത്വമാണ്. 3 പ്രാവശ്യം സർവീസ് ബാങ്കിൽ മത്സരിച്ച് ജയിച്ചാണ്. ഞാൻ 25 കൊല്ലം മുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ച് തോറ്റുപോയി. പക്ഷെ ഞാൻ ഇതിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഇനി എന്റെ ജോലി കഴിഞ്ഞിട്ടുള്ള കേസ് ഞാൻ അപ്പോൾ ആലോചിക്കും, അപ്പം നോക്കാം. അപ്പൊ ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാനില്ല എന്ന് എന്റെ പാർട്ടിയുടെ അനുവാദത്തോട് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇനി പാർട്ടിയിലൂടെ കടന്നു വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്ത് കൂടുതൽ ആളുകൾ എന്റെ വശത്തുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയുള്ള മൂവ്മെന്റ് ആണ് നടത്തുമെങ്കിൽ അതൊന്നും ഇവിടെ നിന്ന് വിലപ്പോയില്ല എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിയമാനുസൃതമായി പട്ടയം കടിച്ച വ്യക്തികൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് അവര് അല്പമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള സമവായ ചർച്ചകൾ ഇനി നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട MLA കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വിദേശത്ത് പോയിരിക്കുകയാണ്. നാളെ രാവിലെ ഇവിടെ വരും. അതിനുശേഷം അതിനുള്ള ശക്തമായ ഇടപെടൽ നടത്തുമ്പോൾ മുന്നോട്ട് പോകും. അദ്ദേഹത്തിന്റെ കല്യാണം 29-ാം തീയതിയാണ്. അപ്പൊ അതിനിടയ്ക്ക് തന്നെ നമ്മൾ സമയം കണ്ടെത്തി നമുക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടാകും. അതിന് നേതൃത്വപരമായ പങ്ക് ഞങ്ങൾ അത് ഏറ്റെടുക്കും. ഓട്ടോറിക്ഷക്കാരുടെ പേരവകാശമൊന്നും ആരും അത് ഏറ്റെടുക്കേണ്ട. പഞ്ചായത്തുകളോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെ സാക്ഷി നിർത്തിപ്പോയി. നാരിയുടെ ചോക്കുന്നവൻ നാറും. അതുകൊണ്ട് പഞ്ചായത്തുമാർക്കും ഇദ്ദേഹത്തിന്റെ ചില ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പഞ്ചായത്തുമാർ മറന്നു ഞാൻ പറയാം. പഞ്ചായത്ത് മെമ്പർ ജോണി വൈപ്പാൻ പുഴ ഭൂമി കയ്യേറി, PW ഭൂമി കയ്യേറി, മതിൽ കെട്ടി, പുഴ കയ്യേറി അവിടെ റിസോർട്ട് പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രി A4 പേപ്പറിൽ DTP എടുത്ത് നാട് നീളെ പ്രചരിപ്പിച്ചവരാണ് ഇപ്പൊ അദ്ദേഹത്തെ കുഴിയിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ്. കൂടെ നിന്ന് ചെത്തും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി അദ്ദേഹം മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് നല്ലത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു കുൽസിത ശ്രമവും വിജയിക്കില്ല. സത്യം എപ്പോഴും വിജയിക്കും. സത്യത്തിനെ നാമ്പുള്ളൂ. താൽക്കാലികമായി ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു പോറലേക്കും. പക്ഷെ ആത്യന്തികമായി സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ദൈവം എന്നൊരാളുണ്ടെങ്കിൽ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നാട്ടുകാരോടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളോടും BJP, കോൺഗ്രസ്, CPM, മറ്റ് നിരീശ്വരവാദികളായ ആരെങ്കിലും ആയിക്കോട്ടെ, മതസംഘടനകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ക്ഷേത്രഭാരവാഹികൾ എല്ലാവരോടും ഞാൻ പറയുന്നു, ഈ മുന്നൂർപ്പള്ളി ജംഗ്ഷന്റെ വികസനം അനിവാര്യമാണ്. നമ്മൾ എന്തുകൊണ്ട് ഇവിടെ താഴെ ഒരു വീതി കൂടണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മളെ ഇങ്ങോട്ടല്ല, പ്ലാന്റേഷൻ റൂട്ടിലേക്കല്ല മെയിനായിട്ട് വീതി കൂട്ടേണ്ടത്. നമ്മൾ ചാലക്കുടി ഭാഗത്തെ മുന്നൂർപ്പള്ളി പൊക്കത്തെ ജംഗ്ഷനിൽ നിന്ന്, അതായത് മുരിങ്ങൂർ ഏഴാറ്റുമൂർ റോഡും മൂക്കന്നൂർ ഏഴാറ്റുമൂർ റോഡും സന്ധിക്കുന്ന ഈ താഴത്തെ ജംഗ്ഷനിൽ വലത്തോട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ചാലക്കുടിക്ക് പോകുന്ന ഭാഗത്താണ് വഴിക്ക് വീതി കൂട്ടേണ്ടത്. എന്തുകൊണ്ടാ? അവിടെ നിങ്ങൾക്കറിയാം, വണ്ടികൾ വന്ന് ഇവിടെ തിരിയാതെ വരുമ്പോൾ റിവേഴ്സ് ഇട്ട് അങ്ങനെ തിരയണ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആവശ്യത്തിന് വീതി എടുക്കണമെന്നൊരു നിലപാടായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്. ഇവിടെയൊക്കെ ആവശ്യത്തിന് വീതി വിട്ടുതരാൻ എല്ലാവരും തയ്യാറാണ്. ഓട്ടോറിക്ഷക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ അതും നമുക്ക് കൂട്ടമായി ആലോചിച്ച് മുന്നോട്ട് പോകണം. അവിടെ കറൂറ്റിയിൽ ഉണ്ടാക്കിയ പോലെ അവർക്കും മാന്യമായ ഒരു അക്കോമഡേഷൻ കിട്ടാവുന്ന രൂപത്തിലുള്ള
ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനാ പ്രതികളും എല്ലാവരും ഒരുമിച്ച് നിന്നുള്ള മുന്നേറ്റം നമുക്ക് കാഴ്ചവെക്കാം. അതിനെല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നു. വളരെ വിനയത്തോടെ ഞാൻ വളരെ വേദനയോടെ പറയുകയാണ്, പേരുകൾ പരാമർശിക്കപ്പെട്ടത് മനഃപൂർവ്വമല്ല. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചില പേരുകൾ പരാമർശിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പറഞ്ഞു പോയതാണ്. എനിക്ക് അങ്ങനെ ഒരാളെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ദൗർഭാഗ്യകരമായി നമുക്ക് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പൊ ഈ കറുകുറ്റിയിലെ പ്രത്യേകിച്ച് മുന്നൂർപ്പള്ളി ഏടാറ്റൂർ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകും. വർഗീസ് ചിറ്റപ്പള്ളി ഞാൻ കൃത്യമായി വ്യക്തമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ഈ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പോരാടാൻ സന്മനസ് കാണിച്ച ശ്രീ വർഗീസ് ചിറ്റപ്പള്ളിയെ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെ പേരിൽ നാട്ടുകാരുടെ പേരിലുള്ള ഹൃദയപൂർവ്വമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുടെ കൂടെയുള്ള വ്യാപാരികളും അടിയുറച്ചുണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടെങ്കിൽ പോലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ ജനകീയ കൂട്ടായ്മ നടത്തിയ ഈ വിശദീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.